ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിളിൽ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 16-ാം അധ്യായം 14 മുതൽ 16 വരെ വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നു: ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. ഇവിടെ വിശുദ്ധ പൗലോസ് ക്രിസ്തുവിൽ തങ്ങളെ ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന തങ്ങളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസിൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും നടപ്പും എല്ലാം തന്നെ ക്രിസ്തുവിനെ തന്നിലൂടെ വെളിപ്പെടുത്തുന്നതായിരുന്നു. കഷ്ടതയും ആപത്തും പീഡനവും ജയിലും എന്തൊക്കെ നേരിടേണ്ടി വന്നോ അവിടെ എല്ലായിടത്തും പൗലോസ് അതിധൈര്യത്തോടെ കർത്താവിനെ ഉയർത്തി വെളിപ്പെടുത്തി. ക്രിസ്തുവിൻ്റെ സൗരഭ്യം അവിടെയെല്ലാം പരന്നു. അതിന് പൗലോസിനെ ശക്തനാക്കിയ ദൈവത്തിന് പൗലോസ് സ്തോത്രം പറയുന്നു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ സ്വന്തം കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണെന്ന്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലത് സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. ദൈവകൃപയില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ സുവിശേഷം ധീരമായി ഘോഷിക്കുന്നതിന് കഴിയില്ല. അനവധിയായ പ്രതികൂലങ്ങൾ, കഷ്ടതകൾ പൗലോസും മറ്റ് അപ്പോസ്തലന്മാരും സഹിച്ചു. എന്നാൽ ഏതു സാഹചര്യത്തിലും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ് തങ്ങളിൽ നിന്ന് പുറപ്പെട്ടത്. ആ വാസനയെക്കുറിച്ച് പൗലോസ് തുടർന്നിങ്ങനെ പറയുന്നു: രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും തങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. നശിക്കുന്നവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, രക്ഷിക്കപ്പെടുന്നവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. ക്രിസ്തുവിൻ്റെ വചനം പ്രസ്താവിക്കുമ്പോൾ കൈക്കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് അവ ജീവഹേതുവായി തീരുന്നു. ജീവൻ്റെ വാസനയാണ് അവർക്ക് അനുഭവപ്പെടുക. എന്നാൽ അതേ കർത്താവിനെ വെളിപ്പെട്ട് കിട്ടുമ്പോൾ അത് കേൾക്കുവാൻ വിശ്വസിക്കുവാൻ താല്പര്യമില്ലാതെ മുഖം തിരിച്ചു കളഞ്ഞിട്ട് സ്വന്തം പാവാവസ്ഥയിൽ തുടരുന്നവർക്ക് അതേ വാസന ആത്യന്തികമായി മരണത്തിലേക്കുള്ള വാസനയായി തീരും. വാസനയുടെ ഉറവിടം ഒന്നു തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് ആ ദിവ്യവാസനയുടെ അഭൗമ ഉറവിടം. പക്ഷേ ഓരോ വ്യക്തികളും വചനത്തെയും അതിലൂടെ ക്രിസ്തുവിനെയും മുഖാമുഖം കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതനുസരിച്ചാകും അവർക്കത് ആത്യന്തികമായി എങ്ങനെയാകും അനുഭവപ്പെടുക എന്ന് പറയുക. നാം ചിന്തിക്കുക, നമുക്ക് ഓരോ വചന കേൾവിയും എങ്ങനെ ആയിരിക്കുന്നുവെന്ന്. നമ്മുടെ യാത്ര മരണത്തിൽ നിന്ന് മരണത്തിലേക്കോ അതോ ജീവനിൽ നിന്ന് ജീവനിലേക്കോ? പ്രിയമുള്ളവരെ, ദൈവം കൃപ തോന്നി തൻ്റെ നിസ്തുല സ്നേഹത്താൽ നമുക്ക് തന്ന അവസരങ്ങൾ നഷ്ടമാക്കരുത്. ഈ ജീവിതയാത്രയിൽ നാം വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനങ്ങളാണ് നാം അവസാനം എവിടെ എത്തപ്പെടുമെന്ന് തീരുമാനിക്കുക. ദൈവവചനം കേട്ട് അനുസരിച്ച് ദൈവഹിതപ്രകാരം തീരുമാനമെടുത്താൽ നാം ദൈവസന്നിധിയിൽ ചെന്ന് ചേരും. ഇല്ലെങ്കിൽ നിത്യനരകത്തിൻ്റെ അതിഭീകരമായ ശിക്ഷാവിധിയിലേക്ക് തള്ളപ്പെടും. ദൈവവചനത്തിൻ്റെ സൗരഭ്യം നിത്യവർണത്തിലേക്കുള്ള വാസനയായിട്ടാണോ അതോ നിത്യജീവനിലേക്കുള്ള വാസനയായിട്ടാണോ നമുക്ക് വ്യക്തിപരമായി അനുഭവപ്പെടുന്നത്? ഓരോ വചന കേൾവിയും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുക. ഈ ലോക ജീവിതത്തിനപ്പുറം നാം നമ്മുടെ നിത്യത എവിടെയാകും ചെലവഴിക്കുക? ഇന്ന് തീരുമാനിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.